ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തിരുവനന്തപുരം തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ച സുരേഷിനെ മർദ്ദിച്ചിട്ടില്ല എന്ന പോലീസിന്റെ വാദത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. മരണകാരണം ഹൃദയാഘാതമല്ല ആണെങ്കിലും ചതവുകളിൽ അന്വേഷണം വേണമെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത്. ശരീരത്തിലെ ചതവുകൾ ഹൃദ്രോഗം വർദ്ധിപ്പിച്ചിരിക്കാം. ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചു. വിനോദ് തിരുവനന്തപുരത്തുനിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, പോലീസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് മർദ്ദിച്ചിട്ടില്ല സുരേഷിനെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാരുടെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിൽ ചതവുകളുണ്ട്, 12 ചതവുകളുണ്ട്. ശരീരത്തിൽ ഈ ചതവുകൾ ഉണ്ടായത് മർദ്ദനമാണെങ്കിൽ അത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടിയിരിക്കാമെന്ന്. വിവരങ്ങൾ എന്ത് വിനോദം? തിരുവല്ലത്ത് കസ്റ്റഡിയിൽ മരിച്ച സുരേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉയരുന്ന ഒരു ഘട്ടമാണിത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ ചതവുകളുണ്ട്, 12 ചതവുകളുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെങ്കിലും ഈ ശരീരത്തിലുണ്ടായ ചതവുകൾ അത് മർദ്ദനത്തിലുണ്ടായതാണെങ്കിൽ ആ മർദ്ദനം ഹൃദയാഘാതത്തിന് ഇടവെച്ചോ എന്ന തരത്തിലുള്ള സംശയമാണ് ഉയരുന്നത്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നൊരു കേസാണ്. ബന്ധുക്കൾ അടക്കമുള്ളവർ നമുക്കൊപ്പമുണ്ട്. സുരേഷിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു കസ്റ്റഡി മരണം തന്നെയായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത്? മർദ്ദനമേറ്റതായി വിചാരിക്കുന്നുണ്ടോ? പോലീസ് അടിച്ചതായിട്ട് വിചാരിക്കുന്നുണ്ട്. പോലീസ് അടിച്ചത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അവൻ മരിച്ചത്. ഇതുവരെയും പറഞ്ഞിരുന്നത് ആ തരത്തിലല്ല, ഹൃദയാഘാതമാണ്, മർദ്ദനം ഏറ്റത് മൂലമല്ല മരണം എന്നൊരു വിശദീകരണമാണ് വന്നിരുന്നത്. ഇപ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇത് ചെയ്തവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അതിന് നല്ല നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അവന് വേറൊരു അസുഖമൊന്നും ഇല്ലായിരുന്നു. മർദ്ദനം തന്നെയാണ്. അവൻ അടിച്ചു കൊന്നത് തന്നെയാണ്. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മർദ്ദിച്ചിരുന്നു, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട്? എന്തായിരുന്നു സംഭവം? എന്താണ് പറയൂ. പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അടിച്ച് വലിച്ചഴിച്ചാണ് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടവരുണ്ട്. സംഭവം റോഡ് സൈഡിൽ വെച്ച്. പിന്നെ കൊണ്ടുപോയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലിട്ടും മർദ്ദിച്ചു. നന്നായിട്ട് പോയവരെ കാണാൻ സമ്മതിച്ചില്ല, ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സമ്മതിച്ചില്ല, രാവിലെ പോയിട്ട് കാണാൻ സമ്മതിച്ചില്ല. മരിച്ചതിന് ശേഷമാണ് അവർ കൊണ്ടുപോയത്. സുരേഷിന്റെ സഹോദരി ആണ്. എന്താണ് വിചാരിക്കുന്നത്? ഈ പോലീസ് മർദ്ദനത്തിൽ തന്നെയാണ് മരണമെന്ന്? അങ്ങനെയാണ് വിചാരിക്കുന്നത്. പോലീസുകാർ തന്നെ അടിച്ചു കൊന്നത്, വേറെ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പോലീസുകാർ തന്നെ കൊന്നത്. അതിന് നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഈ ഹൃദ്രോഗം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഇതുമില്ല. ചേട്ടൻ ഒരു ഇഞ്ചക്ഷൻ പോലെ എടുത്തിട്ടില്ല കൊറോണ വന്നിട്ട്. അങ്ങനെയാണ് ചേട്ടൻ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, മരുന്ന് ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഒരു പനി പോലും വന്ന് നമുക്ക് അറിഞ്ഞൂടാ. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം ആയതുള്ളൂ. അതുവരെ ഇവിടെ ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം എന്റെ ചേട്ടനെ പറ്റി. ഒരു ഇതും ഇല്ലായിരുന്നു. മറ്റു ആരോഗ്യ പ്രശ്നമൊന്നും ഒരു ആരോഗ്യ പ്രശ്നമില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ വരെ. ഇതിപ്പോ നാളെ വീണ്ടും സമരപരിപാടികളുമായി പോവുകയാണ്. സംഘടനകൾ ഉൾപ്പെടെ രംഗത്തുണ്ട്. VSDP നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുന്നുണ്ട്. കൊലക്കുറ്റം ചുമത്തുക, ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക, അതോടൊപ്പം തന്നെ CBIക്ക് ഈ കേസ് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. നിലവിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാണ്. അത് സസ്പെൻഷനിലായിട്ടുള്ളത് സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണ്. ഏതായിരുന്നാലും ഈ കേസ് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. മർദ്ദനം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇനി വരും ദിവസങ്ങളിൽ തുടരേണ്ടതാണ്. കൃഷ്ണപ്രസാദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. എന്ന് തോന്നുന്ന വിധത്തിലാണ് പോലീസിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന വിധത്തിലാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ടും വന്നിട്ടുള്ളത്. ഏതായാലും ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളാണ് വിനോദ് നൽകിയത്.